ഇത് കാരിമീനിന്റെ വയറ്റിൽ നിന്ന് കിട്ടിയ മുട്ടയാണ്. ഇത് നമുക്ക് കോഴിമുട്ട പൊരിച്ചെടുക്കുന്നത് പോലെ തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാൻ ചെറിയ ഉള്ളി 2-3 ചെറിയ ഉള്ളി കനം കുറച്ചരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക്, സ്വല്പം തേങ്ങ, സ്വല്പം കറിവേപ്പില, ഒരു ശകലം ഇഞ്ചി. പിന്നീട് വേണ്ടത് അല്പം കുരുമുളകും ഉപ്പുമാണ്. ഇതെല്ലാം കൂടെ നമുക്ക് ഈ മുട്ടയ്ക്കകത്തോട്ടിട്ട് അടിച്ചെടുത്ത് തയ്യാറാക്കി എടുക്കാം. ഇതിനെ പനിനീലപ്പം എന്ന് പറയും, മുട്ടയപ്പം എന്ന് പറയും, മുട്ടദോശ എന്ന് പറയും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി അല്പം കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ മുട്ടയെടുത്ത് ഇതിലോട്ടിട്ട് ഇതുണ്ട് തരിതരിയായിട്ടുള്ള ഇതെല്ലാം ഓരോ കാരിക്കുഞ്ഞുങ്ങളാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ ഞെക്കി പൊട്ടിച്ച അകത്തൊന്ന് പാട പോലെ പുറത്തുണ്ട്, അതെല്ലാം ഒന്ന് മാറ്റി എടുക്കാം. മിക്സ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് വരാമേ. നമ്മുടെ മീൻമുട്ട ഉള്ളി മസാലയ്ക്കകത്തെല്ലാം നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു പാന് പൊരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു. ചൂടായി വരുമ്പോഴത്തേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് വേവിച്ചെടുക്കാം. പാൻ ചൂടായി, ഇതിലേക്ക് നമുക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ മുട്ട ഒഴിച്ചു കൊടുക്കാം. വരാലിന്റെ മുട്ട മഞ്ഞ കളറാണ്, കാരിയുടെ മുട്ട കറുത്ത കളറും. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ മീൻമുട്ട എന്തായെന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം. മറിച്ചിടാറായി. ഇത് ദോശ മറിച്ചിടുന്നത് പോലെ തന്നെ, അല്ലെ മുട്ട പൊരിച്ച് നമ്മൾ മറിച്ചിടുന്നത് പോലെ തന്നെ മറിച്ചിടാം. ഇനി അടച്ചു വെച്ച് തീ കുറച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് എന്തായെന്നൊന്ന് തുറന്നു നോക്കാം. ആവശ്യത്തിന് മൂത്തു. നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ സ്വാദിഷ്ടമായ കാരിമീനിന്റെ മുട്ട കൊണ്ടുണ്ടാക്കിയ മുട്ടയപ്പം അല്ലെങ്കിൽ മുട്ടദോശ തയ്യാറായി. വളരെ ടേസ്റ്റ് ഉള്ളതാണ്. ഈ കാരി തന്നെയല്ല, വരാലിന്റെ മുട്ടയാണെങ്കിലും മത്തിയുടെ മുട്ടയാണെങ്കിലും അയലയുടെ മുട്ടയാണെങ്കിലും നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും.